PV അൻവർ അനുനയത്തിന്റെ പാതയിലേക്ക് വരികയാണ്. അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയി UDF-ന്റെ ഘടകകക്ഷിയായി PV അൻവറിനെ സ്വീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. അതിന് സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രസ് മീറ്റിനെ കാണാവുന്നതാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിക്കുകയാണ്. അതിനിടയിൽ കിട്ടുന്ന സമയത്ത് PV അൻവർ കാലുപിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുന്നുവെന്നും തനിക്ക് നേരെ ചെളിവാരി എറിയുന്നുവെന്നും അൻവർ രൂക്ഷ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. ഇനി പ്രതീക്ഷ KC വേണുഗോപാലിലാണെന്നും ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും PV അൻവർ വ്യക്തമാക്കി. മുന്നണി പ്രവേശനത്തിൽ VD സതീശൻ ഉറപ്പ് പാലിച്ചില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് പിന്തുണ നൽകിയതെന്നും അൻവർ തുറന്നടിച്ചു. ഒരിക്കൽ കൂടി നമുക്ക് PV അൻവറിന്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എൻ്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. ജനങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ അധിക പ്രസംഗിയാണ്. ഇത് അധിക പ്രസംഗമാണെങ്കിൽ എനിക്ക് ഇനി അത് പറയേണ്ടി വരും. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ ഈ കാല് പിടിക്കാനില്ല. അപ്പം എനിക്ക് ഇനി ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ, അതാരാ KC വേണുഗോപാൽ. അദ്ദേഹമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവെച്ചിട്ടില്ല. എനിക്കിനി അദ്ദേഹത്തിലെ പ്രതീക്ഷ UDF-ന് കൊടുത്ത കത്തിന് ഏകദേശം 4 മാസമായി. VD സതീശന് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് PV അൻവറുമായി സംസാരിച്ച് അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുന്നു പറഞ്ഞു. അതിനുശേഷം ഒരു വിവരവുമില്ല. എന്നെ കണ്ട് സംസാരിക്കുകയും നിരന്തരമായി ഇത്തരം വിഷയങ്ങൾ ബന്ധപ്പെടുകയും ഈ UDF പ്രവേശനത്തിന് മുൻകൈ എടുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബുമാണ് ഒരു ഭാഗത്ത്. അഷ്കർ അലി കരിമ്പയും റോഷിപാലും നമുക്കൊപ്പമുണ്ട്. ആദ്യം ഞാൻ അഷ്കർ അലി കരിമ്പയിലേക്ക് പോകുന്നു. അഷ്കർ അലി കരിമ്പ, PV അൻവറിന്റെ വാക്കുകളിൽ ഒരു വലിയ ആത്മവിശ്വാസമുണ്ട്. ശ്രദ്ധിച്ച് വായിച്ചാൽ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അത് KC വേണുഗോപാലിനെ കണ്ടതിന് ശേഷം ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. എന്നാൽ അതേസമയം VD സതീശൻ ഇന്നലെ പറഞ്ഞതിന് രാഷ്ട്രീയ മറുപടി നൽകുകയും വേണം. ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് UDF ക്യാമ്പിലേക്ക് എത്തുക എന്നതാണോ PV അൻവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ലൈൻ? അരുൺ, VD സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ നിലപാട് വ്യക്തമാക്കേണ്ടത് PV അൻവറാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. PV അൻവർ വ്യക്തിപരമായ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ, ഇല്ലെങ്കിൽ UDF-ന് പിന്തുണ പ്രഖ്യാപിക്കട്ടെ, അപ്പോൾ തുടർ തീരുമാനങ്ങൾ നോക്കാമെന്നതായിരുന്നു VD സതീശൻ പറഞ്ഞു വെച്ചത്. അതാണ് യഥാർത്ഥത്തിൽ PV അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് അടിസ്ഥാനമായ കാതൽ വിഷയമെന്ന് തന്നെ പറയാം. ഇത്രയും കാലം താൻ പറഞ്ഞിട്ടും ഇനി എന്താണ് താൻ വ്യക്തമാക്കേണ്ടത് എന്നായിരുന്നു ഇന്നലെയൊക്കെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി PV അൻവർ പറഞ്ഞതെങ്കിൽ ഇന്ന് പഠിച്ച് നടത്തിയൊരു വാർത്താ സമ്മേളനമാണ് യഥാർത്ഥത്തിൽ PV അൻവർ നടത്തിയിരിക്കുന്നത്. ഇക്കാലം അത്രയും VD സതീശനുമായി എത്ര തവണ കണ്ടു, ഏതൊക്കെ വിഷയത്തിൽ ബന്ധപ്പെട്ടു, UDF മുന്നണി പ്രവേശനത്തിന് PV അൻവർ നടത്തിയ ഇടപെടലുകൾ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് നടത്തിയ ഇടപെടലുകൾ എന്തൊക്കെയാണ്, നൽകിയിരുന്ന ഉറപ്പുകൾ എന്തൊക്കെയാണെന്ന് അടക്കമുള്ള അതിൻ്റെ ഓരോ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, അതിൻ്റെ ഓരോ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ അൻവർ നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ UDF യോഗത്തിൽ വെച്ച് തന്നെ PV അൻവറിനെ PMS എല്ലാം പറഞ്ഞതുപോലെ തന്നെ അസോസിയേറ്റ് കക്ഷിയാക്കാൻ UDF ഔദ്യോഗികമായി തീരുമാനിക്കുന്നു. ആ കാര്യം പ്രഖ്യാപിക്കുവാൻ, അത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷ നേതാവായിട്ടുള്ള UDF ചെയർമാനായിട്ടുള്ള VD സതീശനെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം ഘടകകക്ഷികളുമായും അതുപോലെ തന്നെ PV അൻവറുമായും കൂടിക്കാഴ്ച നടത്തി തീരുമാനം പ്രഖ്യാപിക്കാമെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ VD സതീശൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ 15-ാം തീയതി VD സതീശൻ PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തുകയും ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അൻവറുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ അൻവർ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയ VD സതീശൻ ഒരു സുഹൃത്ത് മുഖേന ബന്ധപ്പെട്ട അവസാനം ആ സുഹൃത്തിൻ്റെ സാന്നിധ്യത്തിൽ 15-ാം തീയതി ചർച്ച നടത്തുകയും അതിന് പിറ്റേ ദിവസമോ അതില്ലെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഡിക്ലറേഷൻ നടത്താമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ആ ഉറപ്പ് നൽകിയെങ്കിൽ പോലും VD സതീശൻ അത് വാക്ക് പാലിച്ചില്ല, യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നാണ് അൻവർ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. പല ഘട്ടങ്ങളിലും UDF-ന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുകയും UDF-ന് ഒപ്പം നിൽക്കുകയും ചെയ്തിട്ട് പോലും തന്നെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടത്താത്ത UDF നേതൃത്വത്തോടാണ് PV അൻവറിൽ വിയോജിപ്പ്. അതുകൊണ്ടാണ് തന്നെ